ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നാൾക്ക് ശേഷമാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയായാലും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ഒറ്റയ്ക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിന് നാൾക്ക് ശേഷം കളിക്കുവാണ്. ഇനി ഗെയിമുമായിട്ടുള്ള ടച്ച് മുഴുവൻ വിട്ടുപോയി കളിച്ച് നമ്മൾ ശീലമാക്കണം മൈൻക്രാഫ്റ്റ് ഒന്നുകൂടെ. ഓക്കെ, നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് മൈൻക്രാഫ്റ്റ് വെർഷൻ ആണ്. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ മൈൻക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒന്നും നോക്കിയില്ല. നമ്മൾ ഈ ഒരു സീരീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡെത്ത് ആവുന്നവരെ ഓരോ എപ്പിസോഡിലും ഞാൻ ഡെത്ത് ആവുന്നവരെ എപ്പിസോഡിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സർവൈവൽ സീരീസ് പോകുന്നതെന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം ഈ ഒരു എപ്പിസോഡിൽ ഡെത്ത് ആവുന്നതിന് മുമ്പ് എനിക്ക് ഡയമണ്ട് ആർമറിനെ സെറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഇറക്കുന്നത്. അല്ല, അതിന് മുമ്പ് ഞാൻ ചത്തുവയ്ക്കാൻ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിനെ ഇറക്കും. അതുപോലെ നമ്മൾ എല്ലാ എപ്പിസോഡിലും ഡെത്ത് ആവുന്നവരെയായിരിക്കും കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കല്ല് മുറിച്ച് തുടങ്ങാം. ഓക്കെ, എന്തായാലും നമ്മൾ മുറിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രാഫ്റ്റ് ടേബിൾ വെച്ച് നമുക്ക് സ്റ്റോണിൻ്റെ സാധനങ്ങളെല്ലാം ക്രാഫ്റ്റ് ചെയ്യാം. ഈ ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ഇനി നമുക്കൊരു സോഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻവെൻറ്ററി ഒന്ന് സെറ്റാക്കാം. ആദ്യമേ പിക്കാക്സ് സെറ്റ് അറ്റത്തിരിക്കട്ടെ. അതിന് ശേഷം ഇനി നമ്മുടെ സോഡ് ഇരിക്കണം. അതിന് മുമ്പ് ഇതെടുത്ത് മാറ്റാം. സോഡ് ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട്, ഈ ഒരു പ്ലേസ് എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് വിട്ടു പോകാം. അതിന് മുമ്പായിട്ട് ഈ ഒരു പേരെന്താ സ്ഥലത്തിൻ്റെ ഫുഡ് സെറ്റാക്കണം. ഫുഡ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകുന്ന വഴിക്ക് സെറ്റാക്കാം ഫുഡ്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ വഴിയും മലയൊക്കെ താണ്ടി ഏതെങ്കിലും ദൂരോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഗൈസ്, ഒരു അടിപൊളിയായിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും മൈൻക്രാഫ്റ്റിൻ്റെ അവസ്ഥ ചെയ്താ ഒരു പ്ലെയിൻസ് കിട്ടിയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവിടെ മരമായിരിക്കും. അയ്യോ, നമ്മൾ നിലത്തോട്ട് വീട് പോയി. കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇനി ഏതെങ്കിലും ഒരു മല കയറി അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലെയിൻസ് ആയിരിക്കും. 100% പ്ലെയിൻസ് ആയിരിക്കും, എൻ്റെ ഉറപ്പ്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി തപ്പി പ്ലെയിൻസ് ആയിട്ട് അടിക്കണം. അവിടെ ഒരു മല കാണുന്നുണ്ടെങ്കിൽ ആ മല വലിഞ്ഞ് കയറി അതിൻ്റെ അപ്പർ സൈഡ് നമുക്ക് നോക്കാം. അപ്പം ചിലപ്പോൾ പ്ലെയിൻസ് അവിടെ കാണാൻ നല്ല ചാൻസ് ആണ്. അങ്ങനെ ഈ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഈ മല എങ്ങനെയൊക്കെ വലിഞ്ഞ് മണ്ടയിലെത്തിയിട്ടുണ്ട്. ഇനി ഈ മലയുടെ അപ്പുറം ചെല്ലുമ്പോൾ നമുക്കൊരു അടിപൊളി പ്ലെയിൻസ് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. നോക്കാം, മലയുടെ അപ്പുറത്തൊരു അടിപൊളി പ്ലെയിൻസ് പ്ലീസ്. ഇത് മല തന്നെയാണ്, പക്ഷേ കേസ് ഫുൾ ഇങ്ങനത്തെ സ്ഥലമാണ്. ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കേസ്. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ ഒരു ആടിനെ കാണുന്നുണ്ട്. അതിനെ കൊലച്ചാടി അടിക്കാം. അയ്യോ, കൊണ്ടില്ല. മേടിച്ചത്ത്